ഒരു ജിതിനാണ്. നമ്മുടെ സ്റ്റോറി ബി ചാനലിലെ ഫസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ എന്നെ പറ്റിയും നമ്മുടെ ചാനലിന്റെ വളർച്ചയെ പറ്റിയിട്ടും, വളർച്ചയൊന്നും ആയിട്ടില്ല എന്നാലും നമ്മുടെ സ്റ്റാർട്ടിങ് സ്റ്റേജിനെ പറ്റിയുമുള്ള ഒരു സ്ട്രഗ്ലിംഗ് പീരീഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ബേസിക്കലി ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതായത് നമ്മളൊരു ഫീൽഡ് തുടങ്ങുമ്പോൾ, അതായത് ഞാനിപ്പോൾ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ വെഡിങ് ഫോട്ടോഗ്രാഫി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ഫീൽഡിൽ അനുഭവിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഞാൻ സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ്. എല്ലാവരെ പോലെ തന്നെ നമുക്കും ആ ഒരു സ്ട്രഗിൾ പീരീഡ് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ മെയിനായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് സപ്പോർട്ട് ഉണ്ടാവാൻ ചാൻസ് കുറവാണ് ഈ ഫീൽഡിൽ. എനിക്കാണെങ്കിൽ പോലും നല്ല മെന്റർഷിപ്പ് ഒന്നുമില്ല. ഞാനും ഈ ക്യാമറ എടുത്തിട്ട് അതിനുശേഷം ഫോട്ടോഗ്രാഫി പഠിച്ച ആളാണ്. അതുകൊണ്ട് യൂട്യൂബ് അങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ മിനിമലായിട്ട് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പല കാര്യങ്ങളും പഠിച്ചത്. അതായത് അപ്കമിങ് ആയിട്ട് വന്ന ഈ മിറർലെസ് ക്യാമറ പോലുള്ള സംഭവങ്ങൾ ഞാനൊരു 10 years ബാക്ക് DSLR ക്യാമറയൊക്കെ യൂസ് ചെയ്തുള്ള ആ ഒരു എക്സ്പീരിയൻസ് മാത്രമേ എനിക്കുള്ളൂ. പിന്നെ 1-2 വെഡിങ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്. വെഡിങ് ഫോട്ടോഗ്രാഫി എന്താണെന്ന് മനസ്സിലാക്കിയത് ഞാൻ ഇപ്പോഴാണ്. 10 years ബാക്ക് ഞാൻ വെഡിങ് ഫോട്ടോഗ്രാഫി ചെയ്തിട്ടുണ്ട്. പ്രൊഫഷണലി അല്ല, ജസ്റ്റ് ക്യാമറ റെന്റ് എടുക്കുക, നമ്മുടെ സുഹൃത്തുക്കളുടെ റിലേറ്റീവ്സോ ആരെങ്കിലൊക്കെ കല്യാണത്തിന് ഫോട്ടോ എടുത്ത് കൊടുക്കുക, അതൊക്കെ ഒരു രസമായിരുന്നു അന്ന്. അപ്പൊ അന്ന് അതിന്റെ പേരിൽ മാത്രം ഞാൻ ഫോട്ടോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞാനിപ്പോ ശരിക്കും എന്താണ് വെഡിങ് ഫോട്ടോഗ്രാഫി, അത് പ്രൊഫഷണലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നമ്മൾ ഫേസ് ചെയ്യേണ്ട കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്. മെയിനായിട്ട് അതിനെ കുറിച്ച് പറയാനും, അതുപോലെ നമ്മൾ ഈ ഒരു അതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു പരിപാടി തുടങ്ങുമ്പോൾ നമ്മളെ തളർത്താനായിട്ട് നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലോ അല്ലെങ്കിൽ ഫാമിലി ഫ്രണ്ട്സ് ആണെങ്കിലും നേരിട്ട് നമ്മുടെ മുമ്പിലൊന്നും പറയത്തില്ല. കാരണം അങ്ങനെ അവർ പറയത്തില്ല, പക്ഷെ അവരെ മുഖത്ത് അത് കാണാൻ പറ്റും. നമ്മളും പല സിറ്റുവേഷനിൽ അതൊക്കെ ഫേസ് ചെയ്ത് വന്നാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാൽ, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൽ ഫുൾ ഔട്ട്പുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കരുതുന്ന റിസൾട്ട് എന്തായാലും അതിനുണ്ടാവും. അതാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. ഞാനിപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഒരു മാക്സിമം ഒരു 4 to 5 months ആയിട്ടുള്ളൂ. ജസ്റ്റ് ഒരു 2 വെഡിങ്സ് കവർ ചെയ്തിട്ടുള്ളൂ. ആ 2 വെഡിങ്സ് തന്നെ എനിക്ക് ഭയങ്കര വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് ആഫ്റ്റർ 10 years കഴിഞ്ഞിട്ടാണ് ഞാനൊരു വെഡിങ്ങിന് ക്യാമറ എടുത്ത് എന്താണ് ആ ഒരു ഇവന്റ് കവർ ചെയ്യുന്നത്. അതുപോലെ ഒരു എന്താ പറയാ, ഒരു ബ്രൈഡിന്റെ ഗ്രൂപ്പിന് മുമ്പിൽ പോയി നിന്നിട്ട് ആ ഒരു ക്ലിക്ക് ചെയ്യാനുള്ള ഒരു അതൊക്കെ ഫേസ് ചെയ്യുന്ന അതൊരു നല്ലൊരു അനുഭവമായിട്ട് എനിക്ക് തോന്നിയത് 10 years കഴിഞ്ഞപ്പോഴാണ്. പണ്ട് നമ്മൾ വെറുതെ ഷട്ടർ അടിക്കാന്നുള്ള ആ ഒരു ഇതിലായിരുന്നു. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ എടുക്കുന്ന പിക്ചറിന്റെ ക്വാളിറ്റി, പണ്ടത്തെ ക്യാമറ ആ ഒരു സെറ്റപ്പ് ഒക്കെ ആയിരുന്നു, വലിയ ലോ ഷട്ടറിലൊക്കെയാണ് വർക്ക് ചെയ്തിരുന്നത്. അപ്പർച്ചർ എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് മനസ്സിലായി ഷട്ടർ സ്പീഡും അപ്പർച്ചറും എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം. അതുപോലെ ലെൻസുകളെ പറ്റി നമുക്ക് പല കാര്യങ്ങളും ഇപ്പോഴാണ് ക്ലിയർ ആയത്. അപ്പോൾ ഞാനൊരു വലിയ ഫോട്ടോഗ്രാഫർ ഒന്നുമല്ല, ജസ്റ്റ് ഒരു ബിഗിനർ സ്റ്റേജിൽ തന്നെയാണ് നിൽക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പോർട്ട്ഫോളിയോയും വലിയൊരു സംഭവമായിട്ട് എനിക്ക് ഇതുവരെ അധികം പ്രൊജക്റ്റുകളൊന്നും ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യാൻ സാധിച്ചിട്ടില്ല ഇതുവരെ. അതുകൊണ്ടാണോ എന്ന് അറിയത്തില്ല, നമുക്ക് ഒരുപാട് പ്രൊജക്ട്സ് ഒന്നും വന്നിട്ടില്ല. വെഡിങ് സീസൺ ആണ് ഇനി വരുന്ന ജൂൺ ജൂലൈ ഒക്കെ കഴിഞ്ഞ് മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും വെഡിങ് സീസൺ വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം എന്ന് വെച്ചാൽ ഈ വരുന്ന വെഡിങ്ങിൽ ഒരു 3-4 വെഡിങ് എടുത്ത് എൻ്റെ പോർട്ട്ഫോളിയോ ബിൽഡ് ചെയ്യണം എന്നുള്ളൊരു വലിയൊരു ആഗ്രഹമുണ്ട്. സാധിക്കുന്നു വരുന്നു. ഞാൻ അതിനുവേണ്ടി എൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ എടുക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ ഏറ്റവും വലിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ വൈഫും നമ്മുടെ പാരൻസും ആണ്. അവരൊരു സപ്പോർട്ട് കൊണ്ടാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറൊരു ഫീൽഡിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ബേസിക്കലി ഒരു എഞ്ചിനീയറാണ്, സിവിലാണ് എൻ്റെ ഫീൽഡ്. അപ്പോൾ അതിൽ നിന്ന് ഒരു സ്വിച്ചിങ് അത്ര ഞാൻ കരുതിയിട്ടുള്ളൂ. കാരണം എനിക്ക് ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലേ. നമ്മളുടെ ഒരു സാഹചര്യം വെച്ചിട്ട് നമുക്ക് ഒരിക്കലും അതൊരു ഫിനാൻഷ്യലി നമുക്ക് അത്ര ഇതല്ലായിരുന്നു, നമ്മുടെ പോക്കറ്റ് ഫ്രണ്ട്ലി അല്ലായിരുന്നു ഫോട്ടോഗ്രാഫി, ക്യാമറ, അങ്ങനത്തെ റിലേറ്റഡ് കാര്യങ്ങളൊക്കെ. എന്തിനാ ഇതിനൊരു സമയം ഉണ്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എൻ്റെ ഈ ഒരു ഏജിൽ ഈ ഒരു ടൈമിലാണ് സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കുറച്ചുകൂടി ഒരിത്. അപ്പോൾ നമുക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് കോമ്പറ്റീഷൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വേറെ ആള് എടുക്കുന്ന പിക്ചറിനും ഏറ്റവും ബെറ്റർ ക്വാളിറ്റിയിൽ അല്ലെ ബെറ്റർ ആയിട്ടുള്ള നല്ല പിക്ചേഴ്സ് കവർ ചെയ്ത് അത് ക്ലയന്റിന് കൊടുക്കുമ്പോൾ ഒരു അപ്രിസിയേഷനും അല്ലെ അവർ ഹാപ്പിയാണ്. അവർ ആ ഫേസിൽ ഉണ്ടാകുന്ന ഒരു ഹാപ്പിനെസ് ഒക്കെ കാണുമ്പോൾ ലാസ്റ്റ് എടുത്ത 2 വെഡിങ്ങിലും എനിക്ക് അത് ഫീൽ ചെയ്തായിരുന്നു. അപ്പോഴാണ് എനിക്ക് എന്താ പറയാ, നമുക്ക്
ഈ നമ്മൾ റേസിന് പോണ പോലെയാണ്. 1-2 ലാപ്സ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്രണ്ടിലെത്തി ഫസ്റ്റ് അടിക്കുമ്പോൾ ആ കിട്ടുന്ന ഒരു ട്രോഫി പോലെയാണ്. വീണ്ടും വീണ്ടും നമുക്ക് വെഡിങ് എടുക്കാനുള്ള ആ ഒരു ഇത് വരുന്നുണ്ട് ഉള്ളിൽ നിന്ന്. അപ്പോൾ മെയിനായിട്ടെന്ന് വെച്ചാൽ നമുക്കിനി വെഡിങ്സ് വേണം, സീസൺ കളയാൻ പറ്റില്ല. ആഡ്സ് ഒന്നും റൺ ചെയ്യുന്നില്ല ഗൂഗിളിൽ. അതുപോലെ സോഷ്യൽ മീഡിയയിൽ നമുക്ക് ഒരുപാട് ഫോട്ടോസ് ഒന്നും ഇടാൻ പറ്റിയിട്ടില്ല. എന്നാലും ഞാൻ കുറച്ച് മോഡൽ ഷൂട്ട് അങ്ങനെ ഫോട്ടോസ് ഇട്ടുണ്ട്. ഞാൻ എന്താണ് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എൻ്റെ മാക്സിമം എഫേർട്ട്, എനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്ത എക്സ്പെരിമെന്റിൽ ആയിട്ടുള്ള കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പേരടിച്ചാൽ ജിതിനാഞ്ചലോ എന്നടിച്ചാലോ സ്റ്റോറി ബീയുടെ ഇതിലെ അക്കൗണ്ടിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഫോട്ടോസ്. അത്ര വലിയ ഫോട്ടോസ് ഒന്നുമല്ല, എന്നാലും കുഴപ്പമില്ലാത്ത, എനിക്ക് തോന്നിയിട്ട് കുഴപ്പമില്ലാന്ന് തോന്നിയ കുറച്ച് ഫോട്ടോസ് മാത്രമേ ഞാൻ അതിൻ്റെ അത് പോസ്റ്റ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ മെയിനായിട്ട് വന്നതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഫീൽഡിനെ കുറിച്ച് പറയാനാണ്. അതായത് ഈ ഫീൽഡിൽ എന്ന് വെച്ചാൽ ഞാനൊക്കെ എന്ന് പറയുന്ന ഒരു ബിഗിനർ ആയതുകൊണ്ട് നമ്മളെ മറ്റുള്ളവർ കൺസിഡർ ചെയ്യില്ല. അതായത് ക്ലയൻസ് ആണെങ്കിൽ ഒത്തിരി പേര് വന്നിട്ട് നമ്മൾ റേറ്റ് പറയുമ്പോൾ ഇതൊക്കെ ഭയങ്കര കൂടുതലാണെന്ന് കരുതിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പോൾ വലിയ വലിയ വെഡിങ് കമ്പനീസൊക്കെ കേസിൽ നിൽക്കുകയാണ്. കാരണം ക്ലൈൻറ്റുമായിട്ടുള്ള കേസിൽ നിൽക്കുകയാണ്. മര്യാദക്ക് ഫോട്ടോസ് കൊടുക്കുന്നില്ല, പറയുന്ന സമയത്ത് റീൽസ് ആൽബം അങ്ങനെയൊന്നും അവർ കറക്റ്റ് ടൈമിൽ കൊടുക്കുന്നില്ല. അങ്ങനത്തെ കുറെ പ്രശ്നത്തിൽ ഫോട്ടോഗ്രാഫേഴ്സിന്റെ ഇടയിൽ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ചെറിയ ആൾക്കാരാണെങ്കിൽ പോലും അവരെ ഒന്ന് കൺസിഡർ ചെയ്യുക. അവർക്കും ഫാമിലീസ് ഒക്കെ ഉണ്ട്, അവരെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. എല്ലാം വെഡിങ്ങും വലിയ കമ്പനികൾക്ക് മാത്രം കൊടുക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നല്ല പിക്ചേഴ്സ് അവരാണ് കൂടുതലും തരാം. എന്നാലും മറ്റുള്ളവരുടെ സ്കില്ലും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യാൻ സാധാരണക്കാരെ എല്ലാവരും വിചാരിച്ച് നടക്കും. അപ്പോൾ വെഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാമിലിയിലെ ആ വ്യക്തിയുടെ ആ ഒരു ലൈഫിലുണ്ടാകുന്ന ഒരു കാര്യമാണല്ലോ. ഒരു നല്ല മൊമെന്റ് ക്യാപ്ചർ ചെയ്യാന്നുള്ളൊരു സംഭവമാണ്. അത് ഏറ്റവും ബെറ്റർ ആയിട്ട് ചെയ്യുന്ന ആൾക്കാരെ കൊടുക്കണം. അതിൽ വേറെ കോംപ്രമൈസും ചെയ്യണം. പക്ഷെ വളർന്നു വരുന്ന കുറച്ച് ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ നിങ്ങൾ വർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ആ ബിഗിനർ സ്റ്റേജിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വരും. അപ്പോൾ എന്നെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, എന്നെയും കൺസിഡർ ചെയ്യുക, നമ്മുടെ പോർട്ട്ഫോളിയോ നോക്കുക, അതിനുശേഷം മാത്രം ഇതാക്കുക. പിന്നെ തളർത്തുന്നവരോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എത്ര തളർത്തുന്ന അത്രത്തോളം ഞാൻ എൻ്റെ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് തന്നെ ഞാൻ വരത്തുള്ളൂ. കാരണം പണ്ട് മുതലേ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. ഞാനൊരു ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാൻ ഫിനാൻഷ്യലി അത്ര ഡൗൺ ആണ്. ഇപ്പോൾ സാമ്പത്തികമൊന്നുമില്ല, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി സപ്പോർട്ടിൻ്റെ പുറത്താണ് ഞാൻ ഈ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന ആ ഒരു സംഭവം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ മാത്രമല്ല, നമ്മുടെ ഈ ഫീൽഡിൽ ഇരിക്കുന്ന എല്ലാവരും സെയിം സിറ്റുവേഷനിൽ തന്നെയാണ്. ഒരു എന്താ പറയാ, എല്ലാവരും ലോണിൽ തന്നെയാണ്. നിങ്ങൾ കാണുന്ന പോർഷൻ ഒന്നും ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം എല്ലാവർക്കും ലോണ്, EMI എല്ലാം ഉണ്ട്. ക്യാമറ ആണെങ്കിൽ പോലും ഒരു ബോഡി എടുക്കണമെങ്കിൽ 3 to 5 lakhs കോസ്റ്റ് വരും, അറിയാലോ. അപ്പോൾ അതിൻ്റെ ഒപ്പം ലെൻസ് എല്ലാം കൂടി നമുക്കൊരു 6 lakhs 7 lakhs ഒക്കെ ഓൾമോസ്റ്റ് നമുക്ക് ഈ ഫോട്ടോഗ്രാഫി ഗിയർ എന്ന് പറയുന്ന ഒരു സംഭവം തന്നെ വേണം. അപ്പോൾ ഞാൻ അത്രയൊന്നും ഇതാക്കില്ല. ഞാൻ എല്ലാ സംഭവങ്ങളും യൂസ്ഡ് ആണ്, ഒന്നും പുതിയതായിട്ട് വാങ്ങിച്ചിട്ടില്ല, എല്ലാം യൂസ്ഡ് ആണ്. കാരണം നമ്മുടെ കയ്യിൽ അത്ര ഫിനാൻഷ്യൽ ഉള്ളൂ. അപ്പോൾ നമ്മൾ വേറെ ആൾക്കാരും സപ്പോർട്ട് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് വർക്കുകൾ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് നല്ല പിക്ചേഴ്സ് എടുക്കാൻ പറ്റിയ ക്യാമറകളൊക്കെ എടുക്കാവുന്നതാണ്. എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഉണ്ട്. മുന്നോട്ട് അത് സാധിക്കട്ടെ. അതുപോലെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ കേട്ടോ സാധിക്കുള്ളൂ. അപ്പോൾ എന്നെ ഒന്ന് കൺസേൺ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ നല്ല ഫോട്ടോസൊക്കെ എടുത്തു തരാൻ ശ്രമിക്കുന്നതാണ്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ ഹാപ്പി, ഒരിക്കലും ഡിസപ്പോയിൻമെന്റ് ആവില്ല എനിക്ക് വർക്ക് തന്നെന്ന് വെച്ചിട്ട്. അപ്പോൾ പിന്നെ കൂടുതൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തളരാൻ നിൽക്കൊന്നും വേണ്ട. ഏതൊരു ഫീൽഡാണെങ്കിലും അതിൽ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പോൾ നമ്മളെ കോംപ്രമൈസ് ചെയ്യാതെ, നമ്മൾ ബാക്കൗട്ട് ആവാതെ മാക്സിമം നമ്മളെ കൊണ്ട് കഴിയുന്ന എഫേർട്ടുകൾ എടുത്ത് നമ്മുടെ ഫോട്ടോസ്, അതായത് ഫോട്ടോഗ്രാഫി, വെഡിങ് ഫോട്ടോഗ്രാഫി അന്ന് മാത്രമല്ല, ഏതൊരു ഇതിലാണെങ്കിലും, എന്തൊരു ബിസിനസ്സാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തെങ്കിലും, എന്തൊരു സ്റ്റാർട്ടപ്പ് ആണെങ്കിലും നമ്മൾ ഒരു സ്റ്റെപ്പ് മുന്നോട്ട് തന്നെ പോയാലാണ് നമുക്ക് ആ ഒരു ബെറ്റർ ഫീൽ ഉണ്ടാവുള്ളൂ. അതുപോലെ ബെറ്റർ ആയിട്ടുള്ളൊരു, നമ്മൾ മറ്റുള്ളവരെ അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മളതിൽ മാക്സിമം എഫേർട്ട് എടുക്കണം. സോ അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്. അതുപോലെ നമ്മുടെ ചാനലിൽ ഇടുന്ന ഫസ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കാം. നമുക്ക് ഈ വരുന്ന സീസണിൽ നല്ല പ്രൊജക്റ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് സാധിക്കത്തുള്ളൂ. അപ്പോൾ പരിചയമുള്ള ആളുകളോ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ കൂടെ ഒന്ന് ഉൾപ്പെടുക. അപ്പോൾ എൻ്റെ കോൺടാക്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഇതിൽ വന്നാലും ഞാൻ മെസ്സേജ് എല്ലാവർക്കും റിപ്ലൈ ചെയ്യുന്നതാണ്. കാരണം ആരോടും ഞാൻ ആ ഒരു ഇത് കാണിക്കുന്നില്ല, എല്ലാവർക്കും ഞാൻ റിപ്ലൈ കൊടുക്കും. അതുപോലെ നമ്മുടെ ബഡ്ജറ്റിനെ പറ്റിയിട്ടാണ് നമുക്ക് ബഡ്ജറ്റിനെ കുറിച്ചൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഏറ്റവും ബിഗിനിങ് സ്റ്റേജിലാണെന്ന് പറഞ്ഞല്ലോ.
അപ്പോൾ ബിഗിനർ ആയിട്ടുള്ള ആ ഒരു ബിഗിനിങ് റേറ്റ് ഞാൻ എല്ലാവരോടും പറയാനുള്ളൂ. ഒരു ബേസിക് പാക്കേജ് പോലെയാണ് ഞാൻ സെറ്റ് ചെയ്തത്. അതായത് എനിക്ക് ലാഭത്തിനേക്കാൾ കൂടുതൽ നമുക്ക് ആ ഒരു വർക്ക് എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഏണിങ്സ്. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടാണ്, എല്ലാവർക്കും അറിയാമെന്നറിയില്ല, എല്ലാവരും ഒരു ധാരണ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല, എന്നാലും ഞാൻ പറയാണ്. ഒരു ക്യാമറ എടുത്ത് അതിൽ സ്വിച്ചിൽ നോക്കി കഴിഞ്ഞാൽ ഫോട്ടോ വരുന്ന ആ ഒരു സംഭവമല്ല. ഇത് ഒരുപാട് നേരത്തെ എഫോർട്ടാണ്. ഒരു വെഡിങ് ആണെങ്കിൽ പോലും നമ്മൾ രാവിലെ എണീച്ച് 5 മണിക്ക് പറഞ്ഞ കല്യാണം നടക്കുന്നത്. ഇപ്പോൾ ഹിന്ദു വെഡിങ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അമ്പലത്തിൽ വെച്ചേക്കും താലിയിട്ട്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് നേരെ നമ്മൾ ഹോളിലേക്കോ ഇവന്റ് നടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് അവിടുത്തെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. ഇതിനിടയിൽ കപ്പിൾസിനെ കൊണ്ടുപോയി നമ്മൾ ക്യാൻഡിഡ് ആയിട്ട് കുറച്ച് ഫോട്ടോസ് എടുക്കണം, പോർട്രേറ്റ് ഫോട്ടോസ് കുറച്ചെടുക്കണം. ഇതെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം ഇപ്പോൾ ബ്രൈഡിനെയും ഗ്രൂമിൻ്റെയും സൈഡിൽ ഫോട്ടോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈവനിങ് വരെ, അതായത് ആ ഈവനിങ്ങുള്ള ഫംഗ്ഷൻ കഴിയുന്ന വരെ നമ്മൾ അതിൻ്റെ ഫുൾ പൊട്ടൻഷ്യൽ നമ്മൾ നിൽക്കേണ്ടി വരും. അപ്പോൾ ഒരു ഫുൾ ഡേ, അതായത് ഒരു 12 hours കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അതിനുള്ള പൈസ മാത്രം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചോദിക്കുന്നതാണ്. അത് ഈ പറഞ്ഞാൽ ഈ ഒരു ക്യാമറ ലെൻസ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 1.5 kgs വരും. ഇതിങ്ങനെ പൊക്കി പിടിച്ചുകൊണ്ട് കുറേ നേരം നിൽക്കുമ്പോൾ കൈയൊക്കെ മരവിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അതുപോലെ കൈ മാത്രമല്ല, നമ്മുടെ നടുവൊക്കെ ഏകദേശം ഒരു പരിവാകും. അതൊക്കെ അതിന് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് നമ്മൾ ഈ സാധനം എല്ലാം നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കോപ്പി ചെയ്ത് അത് നേരെ എഡിറ്റിങ്ങിൽ ഇരുന്ന് അതിന് വേണ്ടിയിട്ട് കുറേ സമയം അതിനെ സ്പെൻഡ് ചെയ്ത് നല്ല രീതിയിൽ അത് എഡിറ്റ് ചെയ്ത് നല്ലൊരു ഔട്ടായി കഴിഞ്ഞിട്ട് അത് ക്ലയൻറ്റിന് അയച്ചു കൊടുത്ത് അന്ന് തന്നെ ഡെലിവറി ചെയ്യണം. കാരണം കല്യാണം നടക്കുന്ന ദിവസം തന്നെ നമുക്കൊരു 10-15 ഫോട്ടോസ് എങ്കിലും അന്ന് തന്നെ ഡെലിവറി ആണ്. അപ്പം അതിനുള്ള കഷ്ടപ്പാട് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒന്ന് കിടന്ന് ഉറങ്ങുമ്പോഴത്തേക്കും സമയം രാവിലെ ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ഫോട്ടോസ് എല്ലാം നമ്മളൊന്ന് സെറ്റ് ചെയ്ത് പിന്നെ ആൽബത്തിന് വേണ്ടിയിട്ട് ആൽബത്തിന്റെ പുറകെ കിടക്കണം. അതിന് വേണ്ടി ക്ലയന്റിന് ഫോട്ടോസ് അയച്ചു കൊടുക്കണം. ക്ലയന്റിന് വീട്ടിൽ കയറ്റി കോപ്പി ചെയ്ത് ആൽബംകാർക്ക് അയച്ചു കൊടുത്ത് അതായത് നല്ല ലേഔട്ട് ആക്കിയത് വീണ്ടും ക്ലയന്റിന് അയച്ചു കൊടുത്ത് ഇങ്ങനെ ഒരുപാട് പരിപാടി ഇതിൻ്റെ അകത്തുണ്ട്. അപ്പൊ നമ്മൾ ചോദിക്കുന്ന എമൗണ്ട് വലിയ കൂടുതലാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ഫീൽഡിൽ ഇപ്പോഴാണെന്ന് എനിക്ക് ഈ ബഡ്ജറ്റിനെ പറ്റിയൊക്കെ ഒരു ഇതായത്. അപ്പോൾ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇത് ഒട്ടും കൂടുതലല്ല നമ്മൾ ചോദിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 10,000 ആണ് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല വെഡിങ് കമ്പനീസ് 40,000 50,000 ഒക്കെ ചാർജ് ചെയ്യുന്നു. എന്നിട്ടും ഈ ക്ലയൻസും ഈ വലിയ വെഡിങ് കമ്പനീസൊക്കെ ആയിട്ട് ഭയങ്കര കേസ് അങ്ങനെ, കാരണം വർക്ക് എടുത്ത് കൊടുക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് വഴിക്ക് നടക്കുന്നുണ്ട്. അതൊക്കെ സോഷ്യൽ മീഡിയയിൽ കാണാൻ സാധിക്കും നിങ്ങൾക്ക് പോകുമ്പോൾ. അപ്പോൾ വലിയ കമ്പനികളെ മാത്രം നിങ്ങൾ കൺസിഡർ ചെയ്യാതെ ചെറിയ ചെറിയ ബിഗിനിങ് സ്റ്റേജിൽ വരുമ്പോൾ വളരെ നിങ്ങൾ കൺസിഡർ ചെയ്യണം, നല്ലതായിരിക്കും. കാരണം അവർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. അവരെയും നിങ്ങൾ ഒരു സ്റ്റെപ്പ് നിങ്ങളുടെ കൂടെ നിർത്തി കഴിഞ്ഞാൽ അവരും നിങ്ങളുടെ ഫാമിലിയുടെ എല്ലാ ഫോട്ടോസും നല്ല രീതിയിൽ തന്നെ കവറപ്പ് ചെയ്തിട്ട് തരുന്നതായിരിക്കും. മിക്ക ഫോട്ടോഗ്രാഫേഴ്സും നല്ല രീതിയിൽ ഇതിനെപ്പറ്റി എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് കൊടുക്കുക. പിന്നെ ഇവരുടെ പോർട്ട്ഫോളിയോ നോക്കിയിട്ട് വേണം കൊടുക്കുക, അത് മസ്റ്റായിട്ടുള്ള കാര്യമാണ്. ചുമ്മാ ഫോട്ടോ എടുക്കാൻ അറിയാമെന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ പേ ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്ക് തരാൻ പറ്റിയില്ല, അതിൻ്റെ അത് വലിയ പ്രശ്നം. അതുപോലെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും നമ്മുടെ വെഡിങ്ങിന് 2 ഫോട്ടോഗ്രാഫേഴ്സിനെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. കാരണം കാൻഡിഡ് ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരാൾ വേണം. അതുപോലെ ട്രഡീഷണൽ വെഡിങ്ങിന്റെ ഒരു ഫോട്ടോഗ്രാഫി എടുക്കുന്ന ഒരാൾ കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഒത്തിരി പടങ്ങൾ അതായത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മൊമെന്റ്സ് ഒക്കെ കാൻഡിഡ് ആയിട്ട് എടുത്തെടുത്തെടുത്ത് വരും. അപ്പോൾ അതൊക്കെ എന്ന് പറയുമ്പോൾ ഒരു ഫീൽ ഗുഡ് എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്ക്. ഫോട്ടോഗ്രാഫി എന്ന് പറഞ്ഞാൽ പഴയ രീതിയിൽ ആൽബം സെറ്റ് ചെയ്ത് പേപ്പറിൽ പശ തേച്ച് ഒട്ടിക്കുന്ന ഒരു പരിപാടിയല്ല, ഇപ്പം എല്ലാം ഡിജിറ്റലാണ്. അപ്പോൾ മാക്സിമം ഇമോഷൻസ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഫോട്ടോഗ്രാഫേഴ്സ് എപ്പോഴും ഉള്ളത് നല്ലതായിരിക്കും. ഒരു ട്രഡീഷണൽ ഫോട്ടോഗ്രാഫറും ഒരു കാൻഡിഡ് ഫോട്ടോഗ്രാഫറും. പിന്നെ വീഡിയോഗ്രാഫറായിട്ട് സിനിമാറ്റിക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ വീഡിയോഗ്രാഫറാണ്. സിനിമാറ്റിക് സ്റ്റൈൽ എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഒത്തിരി എക്സ്പെൻസീവ് ആവുന്ന പരിപാടികളാണ്. അപ്പോൾ അത് വീഡിയോഗ്രാഫറും 2 ഫോട്ടോഗ്രാഫറും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു വെഡിങ് നല്ല രീതിയിൽ ക്യാപ്ചർ ചെയ്ത് തരാൻ പറ്റും. അപ്പം എൻ്റെ ബഡ്ജറ്റും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് എന്നോട് പേഴ്സണൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ബഡ്ജറ്റും പാക്കേജുകളുടെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. കേരളത്തിൽ എവിടെയാണെങ്കിലും പാൻ ഇന്ത്യ സർവീസാണ് നമ്മൾ ചെയ്യുന്നത്. എവിടെ വന്നാണെങ്കിലും ചെയ്യും. മലയാളികളുള്ള എല്ലാ സ്ഥലത്തും, മലയാളികളെന്ന് മാത്രമല്ല, ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന മലയാളത്തിലായ കാരണം ഞാൻ പറയാണ്, പക്ഷെ നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിലും സജസ്റ്റ് ചെയ്യാം. നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. നമുക്ക് ഇഷ്ടം പോലെ ഫോട്ടോഗ്രാഫേഴ്സ് സുഹൃത്തുക്കളുണ്ട്. നമുക്ക് എവിടെ വേണമെങ്കിലും വന്നു ഞാൻ തന്നെ വന്ന് ഫോട്ടോസ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ വന്ന് ഫോട്ടോസ് എടുക്കും. നമുക്ക് ഡേറ്റിനൊന്നും കോംപ്രമൈസ് ഒന്നും ഉണ്ടാകത്തില്ല. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു ഡേറ്റ് അതിന് വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. അപ്പോൾ വലിയ വെഡിങ് ഫോട്ടോഗ്രാഫി കമ്പനികളെ മാത്രം കൺസിഡർ ചെയ്യാതെ എല്ലാവർക്കും ഒരു അവസരം കൊടുക്കുക. അവരുടെ ഫാമിലിക്ക് അതൊരു സപ്പോർട്ടാവും, അവർക്കൊരു സപ്പോർട്ടാവും, നിങ്ങൾക്ക് നല്ല പടങ്ങൾ കിട്ടും. അതാണ് ഒരു കാര്യം. പിന്നെ ഇനി കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ പറയാം.
അത് ഈ വീഡിയോ നിങ്ങൾ എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അടുത്ത വീഡിയോസ് ചെയ്യാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ കൂടിയാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും താങ്ക്സ്, കണ്ടുകൊണ്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ്. കാരണം ഞാനൊരു പേടിയില്ലാതെയാണ് സംസാരിക്കുക. ക്യാമറ മുമ്പിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. നോർമലി ഞാൻ ഫോണിൽ സെൽഫി ക്യാമറ ഓൺ ചെയ്തിട്ട് സംസാരിക്കുന്നല്ലാതെ ഇതുപോലെ ക്ലിയർ ആയിട്ട് ഒറ്റ സ്ട്രെച്ചിൽ പറഞ്ഞു പോകുന്ന വീഡിയോസ് ഞാൻ ഇതുവരെ വിട്ടിട്ടില്ല. അപ്പോൾ എനിക്ക് വേറെ ചാനൽ കൂടി ഉണ്ട്, എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള ചാനൽ. അതിൽ ഞാൻ ട്രാവലിംഗ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമ്മുടെ സ്റ്റോറി ബീയുടെ മാത്രം വീഡിയോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയ ഒരു ചാനലാണ്. ഇതിൻ്റെ അകത്ത് വന്നിട്ട് ഞാൻ ഇങ്ങനെ സംസാരിച്ചിട്ടില്ല ഇതുവരെ. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിന്ന് ഉൾപ്പെടുത്തുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രൊജക്റ്റുകൾ ഉണ്ടെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടുക, നല്ല രീതിയിൽ നമ്മളത് ചെയ്തു തരും. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ്.